ഹായ് ഓൾ, വെൽക്കം ടു ക്രിക്കറീന. കഴിഞ്ഞ IPL സീസണിൽ മോശമല്ലാത്ത പ്രകടനം പുറത്തെടുത്തവരാണ് മുംബൈ ഇന്ത്യൻസ്. പോയിന്റ് പട്ടികയിൽ 4-ാം സ്ഥാനത്തായിരുന്നു അവർ ഫിനിഷ് ചെയ്തിരുന്നത്. അങ്ങനെ പ്ലേ ഓഫിന് യോഗ്യത നേടിയിരുന്നു. പിന്നീട് ക്വാളിഫയർ 2-വിൽ പരാജയപ്പെട്ടുകൊണ്ട് അവർ പുറത്താവുകയാണ് ചെയ്തിട്ടുള്ളത്. സീസണിൻ്റെ തുടക്കത്തിൽ മോശം പ്രകടനമായിരുന്നു. പിന്നീട് ശക്തമായ ഒരു തിരിച്ചുവരവ് നടത്താൻ മുംബൈ ഇന്ത്യൻസിന് സാധിക്കുകയായിരുന്നു. ഏതായാലും മുംബൈ ഇന്ത്യൻസുമായി ബന്ധപ്പെട്ട ഒരു ലേഖനം പ്രമുഖ ക്രിക്കറ്റ് മാധ്യമമായ ക്രിക്ക് ട്രാക്കർ ഇപ്പോൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതായത് വരുന്ന ലേലത്തിന് മുന്നേ മുംബൈ ഇന്ത്യൻസ് റിലീസ് ചെയ്യാൻ സാധ്യതയുള്ള 5 താരങ്ങളുടെ ഒരു ലിസ്റ്റാണ് ഇവർ പുറത്ത് വിട്ടിട്ടുള്ളത്. ഇതൊരു സാധ്യതാ ലിസ്റ്റ് മാത്രമാണ്. അത് നമുക്കൊന്ന് പരിശോധിക്കാം. ഒന്നാമത്തെ താരം അത് ദീപക് ചഹറാണ്. അതായത് മുംബൈ ഇന്ത്യൻസ് വലിയ പ്രതീക്ഷകളോടുകൂടി സ്വന്തമാക്കിയ താരമാണ് ദീപക് ചഹർ. എന്നാൽ ആ ഒരു പ്രതീക്ഷകളോട് നീതി പുലർത്താൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. 14 മത്സരങ്ങളിൽ നിന്ന് 11 വിക്കറ്റുകൾ മാത്രമാണ് അദ്ദേഹം വീഴ്ത്തിയിട്ടുള്ളത്. താരത്തെ റിലീസ് ചെയ്ത് ഇതിനേക്കാൾ മികച്ച ഒരു ഇന്ത്യൻ പേസറെ കൊണ്ടുവരാനായിരിക്കും മുംബൈ ഇന്ത്യൻസ് ശ്രമിക്കുക. ഇനി രണ്ടാമത്തെ താരം അത് AM ഗസൻഫാർ ആണ്. അതായത് അഫ്ഗാനിസ്ഥാൻ ലെഗ് സ്പിന്നറായ ഇദ്ദേഹത്തെ മുംബൈ ഇന്ത്യൻസ് ഒഴിവാക്കാൻ സാധ്യതയുണ്ട്. മുംബൈ ഇന്ത്യൻസിലെ പല യുവ സ്പിന്നർമാരും മികച്ച പ്രകടനം നടത്തുന്നുണ്ട്. അതുകൊണ്ട് തന്നെ താരത്തിന് അവസരങ്ങൾ കുറവായിരുന്നു. മാത്രമല്ല ഈ വർഷം ഒരു ആവറേജ് പ്രകടനം മാത്രമാണ് ഗസൻഫാർ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ മുംബൈ ഇന്ത്യൻസ് ഒഴിവാക്കാൻ സാധ്യതയുണ്ട്. ഇനി മൂന്നാമത്തെ താരം അത് റീസ് ടോപ്ലിയാണ്. കഴിഞ്ഞ സീസണിൽ കേവലം ഒരു മത്സരം മാത്രമാണ് ടോപ്ലിക്ക് കളിക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. നിലവിൽ മികച്ച പേസർമാരെ മുംബൈ ഇന്ത്യൻസിന് ലഭ്യമാണ്. അതുകൊണ്ട് തന്നെ ഇദ്ദേഹത്തെ ഇനി ഫ്രാഞ്ചൈസി നിലനിർത്താൻ സാധ്യതയില്ല. നാലാമത്തെ താരം അത് ലിസാർഡ് വില്യംസ് ആണ്. സൗത്ത് ആഫ്രിക്കൻ പേസറായ ഈ താരത്തിന് കഴിഞ്ഞ സീസണിൽ ഒരൊറ്റ മത്സരം പോലും കളിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഒരു ബാക്കപ്പ് ഓപ്ഷൻ ആയിക്കൊണ്ടാണ് മുംബൈ ഇദ്ദേഹത്തെ പരിഗണിക്കുന്നത്. നെറ്റ് പ്രാക്ടീസ് സെഷനുകളിലാണ് ഇദ്ദേഹത്തെ ഉപയോഗപ്പെടുത്താറുള്ളത്. ഈ വിദേശ താരത്തെയും മുംബൈ ഇന്ത്യൻസ് റിലീസ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇനി അഞ്ചാമത്തെ താരം അത് കരൺ ശർമ്മയാണ്. ഇന്ത്യൻ സ്പിന്നറായ ഇദ്ദേഹം കഴിഞ്ഞ സീസണിൽ മുംബൈക്ക് വേണ്ടി 6 മത്സരങ്ങളാണ് കളിച്ചിട്ടുള്ളത്. അതിൽ നിന്ന് 7 വിക്കറ്റുകൾ അദ്ദേഹം വീഴ്ത്തിയിട്ടുണ്ട്. പക്ഷേ താരത്തിൻ്റെ ബൗളിംഗ് കൂടുതൽ പ്രഡിക്റ്റബിൾ ആണ്. അതുകൊണ്ട് തന്നെ ബാറ്റർമാർ ഇദ്ദേഹത്തിനെതിരെ അനായാസം റൺസ് സ്കോർ ചെയ്യുന്നു. ഇദ്ദേഹത്തെ ഒഴിവാക്കിക്കൊണ്ട് സമ്മർദ്ദഘട്ടങ്ങളിൽ വിക്കറ്റ് വീഴ്ത്താൻ കപ്പാസിറ്റിയുള്ള ഒരു സ്പിന്നറെ ആയിരിക്കും മുംബൈ ഇന്ത്യൻസ് ലഭിക്കുക. ഇതാണ് ക്രിക്ക് ട്രാക്കർ പുറത്തുവിട്ട 5 താരങ്ങളുടെ ഒരു സാധ്യതാ ലിസ്റ്റ്. അതായത് ബൗളിംഗ് നിരയിൽ കാര്യമായ അഴിച്ചുപണികൾ ഉണ്ടാകും എന്നാണ് ഇപ്പോൾ പ്രതീക്ഷിക്കപ്പെടുന്നത്. ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീഡിയോ കാണാം.